അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുയായികളോട് പറയുകയുണ്ടായി, 99 പേരെ വധിച്ചൊരു കാതകനുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് അത് തൻ്റെ മുന്നോട്ട് പോക്കിനെ അത് ബാധകമാകുമെന്ന് മനസ്സിലാക്കി അദ്ദേഹം പശ്ചാത്തപിച്ച് മടങ്ങാൻ വേണ്ടി ആഗ്രഹിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുന്നോട്ട് ഉള്ള ജീവിതത്തിൽ ഒരു ഉപദേശകൻ എന്ന പോലെ ഒരാളെ ആവശ്യമായിരുന്നു. അങ്ങനെ അദ്ദേഹം ആ ഉപദേശകന് വേണ്ടി തിരച്ചിൽ തുടരുകയാണ്. അങ്ങനെയിരിക്കെ ഒരു സന്യാസിയെ അദ്ദേഹം കണ്ടുമുട്ടുകയാണ്. ആ സന്യാസിയോട് അദ്ദേഹം തൻ്റെ ആവശ്യം ഉന്നയിച്ചു. ആ കാതകൻ പറഞ്ഞു, ഞാൻ 99 പേരെ വധിച്ച ഒരു കാതകനാണ്. എനിക്ക് ഇതിൽ പശ്ചാത്താപമുണ്ടോ? അള്ളാഹു പുറത്തു തരുമോ എന്ന് ചോദിച്ചു. ആ ചോദ്യം കേട്ടപാടെ ആ സന്യാസി പറഞ്ഞു, ഇല്ല, എനിക്കൊരിക്കലും പശ്ചാത്താപമില്ല, അള്ളാഹു നിനക്ക് പുറത്തു തരികയില്ല എന്ന്. ഈ സന്ദർഭത്തിൽ ആ കാതകൻ്റെ മനസ്സിൽ കോപമുളവായി. അങ്ങനെ ആ ക്ഷണം തന്നെ അദ്ദേഹം ആ സന്യാസിയെ വധിക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടാതായി. അങ്ങനെ അദ്ദേഹം ഒരു ഉപദേശകനെ തേടുകയാണ്. ഒരു മഹാപണ്ഡിതനായ ഉപദേശകനെയാണ് അദ്ദേഹം ഇത്തവണ തേടിയത്. അങ്ങനെ ആ തേടലിനൊരുക്കത്തിൽ ഒരു മഹാപണ്ഡിതനെ അയാൾ കാണുകയാണ്. അദ്ദേഹം അതേ ചോദ്യം ഈ പണ്ഡിതൻ ഉന്നയിച്ചു. ഞാൻ 100 പേരെ കൊന്നു, എനിക്ക് അള്ളാഹു പുറത്തു തരുമോ? എനിക്ക് പാപമോചനമുണ്ടോ എന്ന് അദ്ദേഹം ആ പണ്ഡിതനോട് ചോദിച്ചു. നിസ്സംശയം ആ പണ്ഡിതൻ പറഞ്ഞു, ഉറപ്പായും താങ്കൾക്ക് പശ്ചാത്താപമുണ്ട്. പശ്ചാത്തപിച്ച മനസ്സുമായി നീ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് സഞ്ചരിച്ചാൽ ഉറപ്പായും അള്ളാഹു നിൻ്റെ പശ്ചാത്താപം സ്വീകരിക്കുന്നതാണ്. ആ പണ്ഡിതൻ ആ കാതകനോട് പറഞ്ഞു, താങ്കളുടെ സ്വദേശം വിട്ട് ഉസ്ര എന്ന പട്ടണത്തിലേക്ക് പോകുക. അവിടെ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരാണ്. ആ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ താങ്കളുടെ ദൈവം ഉറപ്പായും സ്വീകരിക്കുന്നതാണ്. പിന്നെ ഒരിക്കലും താങ്കളുടെ സ്വദേശത്തേക്ക് തിരിച്ചു വരാൻ പാടില്ല. അങ്ങനെ ആ കാതകൻ ഉസ്രയിലേക്ക് യാത്രയായി. എന്നാൽ വിധി എന്ന വിധം അദ്ദേഹത്തെ മരണം പിടികൂടുകയാണ്. ആ സന്ദർഭത്തിൽ ശിക്ഷയുടെ മലക്കും കാരുണ്യത്തിൻ്റെ മലക്കും പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ അവർക്കിടയിൽ ഒരു തർക്കമുണ്ടായി, ആരാണ് ഇയാളുടെ റൂഹ് കൊണ്ടുപോവുക? അങ്ങനെ ആ തർക്കം പുരോഗമിച്ചു. അങ്ങനെ അവിടെ ഒരു മലക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ നന്മയിലേക്കുള്ള ദൂരമാണോ അയാൾ കൂടുതൽ നടന്നെങ്കിൽ അദ്ദേഹം കാരുണ്യത്തിൻ്റെ മലക്ക് കൊണ്ടുപോട്ടെ, തിന്മയിലേക്കാണെങ്കിൽ ശിക്ഷയുടെ മലക്ക്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാലടി അളന്നപ്പോൾ നന്മയിലേക്ക് 1 ചാൺ കൂടുതലാണ് അദ്ദേഹം നടന്നെടുത്തത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ റൂഹ് കാരുണ്യത്തിൻ്റെ മലക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഈ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, 100 പേരെ കൊന്ന ഒരാൾക്ക് പശ്ചാത്താപം ലഭിക്കുമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾക്കും അള്ളാഹു ഉറപ്പായും നമ്മെ പശ്ചാത്തപിക്കുന്നതാണ്. നാമെല്ലാം മനുഷ്യർക്ക് തെറ്റ് സംഭവിക്കുക എന്നത് സ്വാഭാവികമാണ്. തെറ്റ് സംഭവിച്ചതുകൊണ്ട് ആരും നരകത്തിൽ പ്രവേശിക്കുകയില്ല. പക്ഷേ മറിച്ച് തെറ്റ് സംഭവിച്ചിട്ടും പശ്ചാത്തപിക്കാത്തവർക്കാണ് മരണം. ഒരു സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു പ്രാർത്ഥിക്കുന്നുണ്ട്. റമദാൻ ലഭിച്ചിട്ടും പശ്ചാത്താപം ലഭിക്കാത്തവർക്ക് അള്ളാഹുവിൻ്റെ കാരണത്തിൽ നിന്നും അവൻ അകന്നു പോകട്ടെ എന്നായിരുന്നു ആ പ്രാർത്ഥന. ജിബ്രീൽ അതിനുശേഷം നബിയോട് അതിൽ ആമീൻ പറയുകയും നബി അതിൽ ആമീൻ പറയുകയും ചെയ്തു. റമദാൻ എന്നത് കേവലം വ്രതാനുഷ്ഠാനങ്ങളുടെ ദിനങ്ങൾ മാത്രമല്ല, നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ പശ്ചാത്തപിച്ച് മടങ്ങാൻ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സമയമാണ് റമദാൻ മാസം എന്നുള്ളത്. ആ അർത്ഥത്തിൽ നമ്മളുടെ ഈ റമദാനെ നാം ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.